ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലേക്കുള്ള വിശിഷ്ട അതിഥികളുടെ പട്ടിക പുറത്തുവരികയുണ്ടായി. ഈ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല. പട്ടികയിൽ പ്രധാനമായും ട്രംപിന്റെ വിശ്വസ്തരും അതുപോലെ നേരത്തെ അദ്ദേഹവുമായി അത്ര ബന്ധത്തിൽ അല്ലാത്തവരും ഉൾപ്പെടുമ്പോഴാണ് നരേന്ദ്രമോദിക്ക് പരിപാടിയിൽ ക്ഷണം ലഭിക്കാതിരിക്കുന്നത്. ജനുവരി 20-നായിരിക്കും ചടങ്ങ് നടക്കുക. US സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ട്രംപിന്റെ സ്ഥാനാരോഹണ പരിപാടി വാഷിംഗ്ടൺ DC-യിൽ US കാപ്പിറ്റോളിലായിരിക്കും നടക്കുക. ഫെഡറൽ അവധി ദിനമായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനം കൂടിയാണ് ജനുവരി 20 എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങ് ഉച്ചയ്ക്ക് ഔദ്യോഗികമായിട്ടായിരിക്കും ആരംഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നത്. തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായി ട്രംപ് വ്യക്തിപരമായി നിരവധി വിദേശ നേതാക്കൾക്ക് ക്ഷണം അയക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്ന് നിലവിലെ US പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല US-ൽ ഇതൊരു കീഴ്വഴക്കമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബൈഡന്റെ ഓഫീസും ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. US-ന്റെ 1-ാം നമ്പർ പ്രതിയോഗിയായി കരുതപ്പെടുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ പേരാണ് പട്ടികയിൽ ഉൾപ്പെടുന്നവരിൽ ഞെട്ടിക്കുന്ന പേര്. അമേരിക്കയുടെ മുഖ്യ ഭൗമരാഷ്ട്രീയ എതിരാളികളായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകുന്ന അസാധാരണ ഓഫറായിട്ടാണ് ഈ ക്ഷണം കൂടുതലും വിലയിരുത്തപ്പെടുന്നതും. ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ജിൻപിങ് പങ്കെടുക്കുമെന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. പകരം മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി സംഘം പങ്കെടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രബല ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ പ്രസിഡന്റ് ജാവിയർ മിലയാണ് പരിപാടിയിലെ മറ്റൊരു പ്രധാന അതിഥി. അയൽപ്പക്ക സൗഹൃദം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിനുള്ള ക്ഷണം പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ പ്രധാന സഖ്യകക്ഷി കൂടിയാണ് ജാവിയർ മിലെ. 2023-ലായിരുന്നു മിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും. വലതുപക്ഷം പിന്തിരിപ്പൻ ആശയം പിന്തുടരുന്ന രണ്ടുപേരുടെ അടുപ്പമായിട്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ട്രംപിന്റെയും ഇടയ്ക്കുള്ള ബന്ധത്തെ കൂടുതലും കാണുന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജോർജിയ മെലോണി കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്ക് സർപ്രൈസ് വിസിറ്റിനായി എത്തിയിരുന്നു. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുക്കേലെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. വ്യക്തിപരമായി ട്രംപുമായി അടുപ്പം പുലർത്തുന്നയാളായിട്ടാണ് നൈബ് ബുക്കേല കൂടുതലും അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷമാണ് ബുക്കേലെ 2ാമത് പ്രസിഡന്റായി അധികാരത്തിലേക്ക് എത്തിയത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വിശിഷ്ട അതിഥിയായി വന്നിരുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ച ആദ്യത്തെ ആഗോള നേതാക്കളിൽ ഒരാളും നൈബ് ബുക്കേല തന്നെയാണ്. യൂറോപ്പിൽ നിന്ന് ക്ഷണം ലഭിച്ച അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ. ഔദ്യോഗികമായി അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിലവിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. US-ന്റെ ബന്ധവൈരിയായ റഷ്യയുമായി മുന്നിട്ട് നിൽക്കുന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ക്ഷണം ലഭിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് കാര്യമായി ഇടപെടുന്നില്ലെന്ന പരാതിയും സെലൻസ്കിക്കുണ്ട്. ട്രംപിന്റെ പരിപാടിയിലെ മറ്റ് പ്രമുഖർ എന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ നിരവധി VIP-കളും ഉണ്ടാകും. ട്രംപിന്റെ പ്രധാന സുഹൃത്തായ ശതകോടീശ്വരൻ എലോൺ മസ്ക്, ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ വിവേക് രാമസ്വാമി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്.